പരസ്പരം കണ്ട് ഞങ്ങളിങ്ങനെ ജീവിതം വെറുത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങൾക്ക് ചന്ദനമട സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. കാരണം ഞങ്ങളെക്കാൾ ദുരന്തങ്ങളായ പല സീരിയൽ കഥാപാത്രങ്ങളും ഉണ്ടല്ലോ എന്നൊരു തിരിച്ചറിവാണ്. നമസ്കാരം, ഫ്ലിക് മലയാളത്തിലേക്ക് സ്വാഗതം. ചന്ദനമഴ ഒരു ഹോളിവുഡ് നിലവാരമുള്ള അങ്ങനെയല്ല, ഈ ക്രിസ്റ്റഫർ നോളന്റെ ഇൻസെപ്ഷനിൽ നിന്ന് കുറച്ച് ഭാഗവും ബോളിവുഡിലെ കഹാനിയുടെ ഒരു ഭയാനകമായ വേർഷനാണ് ചന്ദനമഴ. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് രണ്ട് പ്രമുഖ ഫാമിലി അവർ തമ്മിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചുണ്ടാവുന്ന പ്രശ്നങ്ങളും അതിൽ നിന്നും പിന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഫുൾ ഓഫ് ചടങ്ങുകളെ കുറിച്ചാണ് ഈ സീരിയൽ ചർച്ച ചെയ്യുന്നത്. ചടങ്ങെന്ന് പറയാൻ കാരണം അന്ധവിശ്വാസങ്ങളുടെ ഒരു സംസ്ഥാന സമ്മേളനം ഈ സീരിയലിലുണ്ട്. അത് ഈ ചടങ്ങുകളുടെ രൂപത്തിലാണ് അവതരിക്കുന്നത്. ഈ സീരിയലിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ തന്നെയാണ്. ഒരു ഒന്നൊന്നര കോസ്റ്റ്യൂമാണ്. ഒരു കളർ ടി വിയുടെ എല്ലാവിധ സാധ്യതകളും ഉപയോഗിക്കാനുള്ള ഒരു സീരിയലായി മാറുകയാണ് ചന്ദനമഴ. ഈ ചന്ദനമഴ സീരിയലിലെ കോസ്റ്റ്യൂം എല്ലാം കാണുമ്പോൾ നമുക്ക് വളരെ എഫിഷ്യൻ്റായിട്ട് നമ്മുടെ വീട്ടു സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ തോന്നും. കാരണം ഇതിൽ ഊർമിള ദേവി എന്നൊരു കഥാപാത്രം അവരുടെ വീട്ടിലെ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറൊക്കെ എടുത്ത് തലയിൽ വെച്ച് നടക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ നമുക്ക് റീയൂസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഈ സീരിയലിലെ കാസ്റ്റിങ്ങിനെ പറ്റി പറഞ്ഞു വരുമ്പോൾ ആദ്യം പറയേണ്ടത് ഊർമിള ദേവിയെക്കുറിച്ച് തന്നെയാണ്. ബാഹുബലിയിലെ ശിവഗാമി ദേവിയുടെ ഒരു ദുരന്ത വെർഷനാണ് ഇതിലെ ഊർമിള ദേവി എന്ന കഥാപാത്രം. ഒട്ടും മോശമല്ല ഈ സീരിയലിലെ ആൺ കഥാപാത്രങ്ങൾ. ഒരുപാട് ആൺ കഥാപാത്രങ്ങളുള്ളതാണ് ഈ സീരിയലിൻ്റെ സവിശേഷതയെങ്കിലും എല്ലാ സീരിയലിലെയും പോലെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾക്ക് പറയാനുള്ളത് നമ്മുടെ നായികയെക്കുറിച്ചാണ്. പല വിദേശ രാജ്യങ്ങളായ മദ്രാസ്, കുന്നംകുളം, കൂത്താട്ടുകുളം എന്നീ ഭാഗത്തെല്ലാം ഒട്ടനവധി ഫാൻസുള്ള നായികയാണ് ഈ സീരിയലിൽ മുൻപിട്ട് നിൽക്കുന്നത്. എന്നാൽ ഒരു ആയുസിലേക്കുള്ളത് മുഴുവൻ ഒരു 1.5 വർഷം കൊണ്ട് കരഞ്ഞു തീർന്നത് കൊണ്ടാകണം പുള്ളിക്കാരി അങ്ങ് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഈ സീരിയലിലെ അടുത്ത പ്രത്യേകത ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ തന്നെയാണ്. ഒരേ ട്യൂൺ തന്നെ ആദ്യ എപ്പിസോഡ് മുതൽ അവസാന എപ്പിസോഡ് വരെ ചറപറാന്നിട്ട് വന്നിട്ടുണ്ട്. ക്യാമറ ആണെങ്കിൽ ശ്രദ്ധേയമാണ്. കാരണം ക്യാമറമാൻ ഒരു ട്രൈപോഡ് വെച്ച് ക്യാമറ വെച്ച് ഓൺ ചെയ്തിട്ട് വീട്ടിൽ പോയി ഇരിക്കുകയായിരിക്കും. കാരണം ഇതിൻ്റെ ഒരു ഒൻറ്റയർ എപ്പിസോഡ് നടക്കുന്നത് ഒരു വീട്ടിലെ ഒരു മുറിയിലായിരിക്കും. സോ എല്ലാവരും തന്നെ ഈ സീരിയൽ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും റെക്കമെൻഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് പണി കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഈ സീരിയൽ കണ്ടവരുടെ കുറച്ച് പ്രതികരണങ്ങൾ ഞങ്ങളിങ്ങനെ സംയോജിപ്പിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട്, കാണുക. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ?